യൂദാസ് കറിയോത്ത ആത്മകഥം ചെയ്തിട്ടുണ്ടാകണം. സ്വർഗത്തിന്റെ അധിപനായ നിനക്ക് വെറും 30 വെള്ളി നാണയങ്ങൾ വിലയിട്ട ഞാൻ ഒടുവിൽ എനിക്കെന്ത് വിലയിടുമെന്ന്. അവൻ കിട്ടിയിരുന്ന ആ കഴിവ് പരമാവധി ഉപയോഗിച്ചിരുന്നു. പക്ഷേ എവിടെയോ അവൻ വഴിതെറ്റി പോകുന്നുണ്ട്. അവൻ്റെ ഉള്ളിൽ പക നിറയുന്നുണ്ട്. നീചൻ, വഞ്ചകൻ, ചതിയൻ എന്നുള്ള വിളിയൊക്കെ അവൻ കേൾക്കുന്നുണ്ട്. ഓർക്കുക, നാമും യൂദയായും തമ്മിൽ വലിയ ദൂരമില്ല. ചില രഹസ്യ നിമിഷങ്ങളിൽ, വ്യക്തിപരമായ ജീവിത പാന്താവുകളിൽ നാമും യൂദയായി തീരുന്നില്ലേ? മഹാപുരോഹിതന്മാരും നിയമജ്ഞരും ഫരിസേയരും തീപ്പന്തങ്ങളുമായി ക്രിസ്തുവിനെ അന്വേഷിച്ചെത്തുമ്പോൾ ഒരു പിഞ്ചോമനയുടെ മുത്തം സ്വീകരിക്കുന്നത് പോലെയാണ് ക്രിസ്തു യൂദയെ ചേർത്ത് പിടിക്കുന്നത്. ഒറ്റിന് പകരമായി ലഭിച്ച നാണയങ്ങൾ പിന്നീട് അവനെ വല്ലാതെ അലട്ടുന്നുണ്ട്. എന്നിട്ടും തൻ്റെ തെറ്റുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാൻ അവൻ തയ്യാറാവുന്നില്ല. പീഡനങ്ങൾ ഏറ്റ ക്രിസ്തുവിൻ്റെ മുഖം അവൻ്റെ ഹൃദയത്തെ കീറിമുറിക്കുന്നുണ്ട്. അവൻ വല്ലാതെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. അവസാനം വല്ലാത്തൊരു ഏകാന്തതയിലേക്ക് ഇയാൾ എത്തിച്ചേരുകയാണ്. മൗനം പോലും അത്രയധികം പേടിപ്പെടുത്തുന്ന ഒരനുഭവമായി അവൻ മാറുന്നു. പിന്നീട് അവൻ തൂങ്ങി മരിച്ചുവെന്ന് വേദപുസ്തകം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇത് ദുഷ്ടന്റെ അന്ത്യം. 30 വെള്ളിക്കാശിന് ക്രിസ്തുവിനെ അളന്നവനേക്കാൾ ഞാൻ ചിലപ്പോൾ അധപ്പതിക്കാറുണ്ട്. എൻ്റെ വാക്കുകളിലൂടെ, ചിന്തകളിലൂടെ, പ്രവൃത്തികളിലൂടെ എത്ര പ്രാവശ്യം. ക്ഷമിക്കുന്നവനായ ദൈവമേ, നിന്നെ ഞാൻ പല പ്രാവശ്യം ക്രൂശിച്ചു. എൻ്റെ തെറ്റുകൾ പൂർണ്ണമായി തിരുത്തി നിന്റെ ക്രൂശിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ എന്നെ സഹായിച്ച് ആശ്വസിപ്പിക്കണമേ. ആമേൻ.